ഒരു ഓണം വ്ളോഗുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരു ഓണസദ്യ വ്ളോഗ്. ഇതിൽ ഓണസദ്യൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഓണസദ്യ പ്രിപ്പറേഷനും അതിൽ കുറച്ച് റെസിപ്പീസും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് റെസിപ്പീസ് ഇതിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആയി പോകും. അതുകൊണ്ട് കുറച്ച് റെസിപ്പീസ് എല്ലാം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഈ ഓണസദ്യ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായി വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സദ്യ ഉണ്ടാക്കാൻ ആദ്യം ചെയ്തിട്ടുള്ളത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഐറ്റംസ് ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് നോക്കി പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പച്ചക്കറികൾ വാങ്ങി വെച്ചു. പിന്നെ കുറച്ച് തേങ്ങ അത് നേരത്തെ ചിരകി ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നേരത്തെ ചെയ്ത കുറച്ച് പ്രിപ്പറേഷന്. പിന്നെ കുക്കിംഗ് 2 ദിവസം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചിലർക്ക് വളരെ ഈസിയാണ്, ഒറ്റ ദിവസം മതി. പക്ഷെ ഞാനിവിടെ 2 ഡേയ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സെക്കൻഡ് ഡേ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് മൺപയറാണ്. 1.5 കപ്പ് മൺപയർ ഓലനും എരിശ്ശേരിക്കും വേണ്ടിയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. മൺപയർ വെന്തതിന് ശേഷം നമുക്കത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓലനും എരിശ്ശേരിക്കും വേണ്ടത് ഡിവൈഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഡേയ്സ് എടുത്തിട്ടാണ് ഞാനത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് കുക്ക് ചെയ്തിട്ട് നേരത്തെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലാണ് സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നെക്സ്റ്റ് ഡേ വറവിടുക, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അവിയലും തലേദിവസമാണ് ചെയ്തിട്ടുള്ളത്. അവിയലിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അവിയൽ വേണമെങ്കിൽ തലേദിവസം പച്ചക്കറികളെല്ലാം വേവിച്ചിട്ട് പിന്നെ യൂസ് ചെയ്യുന്ന ഡേ തേങ്ങ അരച്ച് വെച്ചാൽ മതി. പക്ഷെ ഞാനത് കംപ്ലീറ്റ് തലേദിവസം തന്നെ ചെയ്തതാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ദിവസം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ അവിയൽ റെഡിയാവും. അതേപോലെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ട് പച്ചടിക്ക് ഒരു ഫുൾ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ബീട്രൂട്ട് കുറച്ച് വലിയ സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായി അരിഞ്ഞ് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ വേവിച്ചെടുത്തതിന് ശേഷം അത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അതിലേക്ക് പിന്നെ തേങ്ങ അരച്ച് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മൺപയർ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് നമ്മൾ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിശ്ശേരിക്കും ഓലനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓലന് വേണ്ടതൊരു ഹാഫ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കി മൺപയറിലേക്ക് വേവിച്ച മൺപയറിലേക്ക് നമ്മൾ മത്തന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. മത്തനതാ പീസാക്കിയിട്ട് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഇത് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരയ്ക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഇതെല്ലാം അരച്ചിട്ടാണ് നമ്മൾ മത്തനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ നമ്മളൊന്ന് 1 ടേബിൾ സ്പൂൺ ശർക്കരയിൽ നല്ല പോലെ ഒന്ന് വറുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മളൊരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചെറുപയറാണ്. ഒരു 1/2 കപ്പ് ചെറുപയർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് പച്ചക്കായുടെ തോട്. നമ്മൾ ചിപ്സ് ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവില്ലേ, അത് കളയണ്ട. നമുക്ക് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് ഈ കീറിയ ഭാഗം ഒരു ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ടാകും. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കീറിക്കളയാം. ബാക്കി നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. പച്ചക്കായ നല്ലപോലെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ. ഇത് നല്ല ചെറിയ പീസായിട്ട് വേണം മുറിച്ചെടുക്കാൻ. നമ്മുടെ ചെറുപയറിൻ്റെ ഒക്കെ സൈസിന് മാച്ചായ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മഞ്ഞളിട്ട വെള്ളത്തിലൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. കാരണം അതിൽ കുറച്ച് കറയുണ്ടാകും, അത് പോകാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതാ ചെറുപയർ, പച്ചക്കായുടെ തോട്, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, ഇതെല്ലാം നമ്മൾ ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പ്രഷർ കുക്കർ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇത് എരിശ്ശേരി ഉണ്ടാക്കിയ പ്രഷർ കുക്കറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പപ്പായ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് നല്ല പഴുത്ത പപ്പായാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ അത്ര പഴുത്തിട്ടില്ല.
അപ്പോൾ നമ്മൾ പപ്പായ ചെറിയ പീസാക്കിയിട്ട് ഒരു അയൺ കടായിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പഴുത്തതല്ല എന്നുണ്ടെങ്കിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പഴുപ്പ് അത്ര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. അത് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് അരപ്പ് റെഡിയാക്കണം. ഒരു 1/4 കപ്പ് തേങ്ങ, അതിലേക്ക് 4 ടേബിൾ സ്പൂണ് തൈര് ബീറ്റ് ചെയ്തത്, പിന്നെ കടുക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, വെളുത്തുള്ളി ഒരല്ലി, ചെറിയ ഉള്ളി 2 പിന്നെ പച്ചമുളക്. ഇതെല്ലാം അരച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ പപ്പായ വെന്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ വറവിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ സദ്യ പ്രിപ്പറേഷന്. അപ്പോൾ എല്ലാം ഒന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഇലയിൽ വിളമ്പുന്ന രീതി ഇതല്ല കേട്ടോ, അതിന് അതിൻ്റെതായ ഒരു മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതല്ല ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യ ഇതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.